സ്ഥാനാർത്ഥിക്കെതിരെ അപവാദ പ്രചാരണം നടത്തുന്നതായി പരാതി. മടവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AKM അഷറഫാണ് സമൂഹമാധ്യമങ്ങൾ വഴി അപവാദ പ്രചാരണം നടത്തി വ്യക്തിഹത്യ ചെയ്യുന്നതിനെതിരെ രംഗത്തെത്തിയത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. കായികാധ്യാപകനും ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറലും മികച്ച സംഘാടകനുമായ AKM മുഹമ്മദ് അഷറഫാണ് തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണത്തിനും വ്യക്തിഹത്യക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. മടവൂർ ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്കെതിരെ 1.5 വർഷം മുമ്പ് ഒരു മലയാളം വാർത്താ ചാനൽ പുറത്തുവിട്ട ആരോപണ വാർത്ത വ്യക്തിഹത്യ ലക്ഷ്യമാക്കി എതിരാളികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതായാണ് ഇദ്ദേഹത്തിന്റെ പരാതി. 2019 ജൂലൈയിൽ പഞ്ചാബിൽ നടന്ന സ്റ്റുഡൻസ് ഒളിമ്പിക്സിൽ കേരളത്തിൽ നിന്നുള്ള 73 കായിക താരങ്ങളെ കൊണ്ടുപോയ ടീമിൽ ഒഫീഷ്യലായിരുന്നു AKM അഷ്റഫ്. വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുത്ത പണം അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ പകുതിയോളം തട്ടിയെടുത്തു എന്നായിരുന്നു അന്നത്തെ ആരോപണം. എന്നാൽ സ്പോർട്സ് കൗൺസിൽ അടക്കം അന്വേഷിച്ച് പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയ സംഭവം 1.5 വർഷത്തിനു ശേഷം സൈബർ ഇടങ്ങളിൽ വീണ്ടും പ്രചരിപ്പിക്കുന്നത് തന്റെ വിജയസാധ്യതയെ അട്ടിമറിക്കുവാനാണെന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. അന്ന് പരാതിപ്പെട്ട വിദ്യാർത്ഥികൾ പോലും വസ്തുതയറിഞ്ഞ് തനിക്ക് ഐക്യദാർഢ്യം അറിയിച്ചതായും ഇദ്ദേഹം പറയുന്നു. അടുത്ത എല്ലാ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഇത്ര രൂപ ആവും ഓരോ കാര്യത്തിന്. അവിടെ 1500 രൂപ അടയ്ക്കാനും 2000 രൂപ ട്രെയിൻ ചാർജും, അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിന്റെ കാര്യത്തിലും നിശ്ചിത 1250 രൂപയാവുന്നുള്ളത് അവരും ആ കുട്ടികളും രക്ഷിതാക്കളും ഒപ്പിട്ട് സമ്മതപത്രം തന്നതാണ്. അഗ്രിമെന്റ് പേപ്പറിലും അല്ലാതെയും തന്നവരുണ്ട്. ഈ 1.5 വർഷത്തിന് ശേഷം 1.5 വർഷം മുമ്പ് കഴിഞ്ഞൊരു കാര്യം, അതിനെപ്പറ്റി പലരും പരാതി പറഞ്ഞെങ്കിൽ അന്ന് കഴമ്പില്ല എന്നുള്ള എല്ലാ കേരളത്തിന്റെ സ്പോർട്സിന്റെ എല്ലാവരും തന്നെ പറഞ്ഞത്. ഇത് 1.5 വർഷത്തിന് ശേഷം ഞാനൊരു ഇലക്ഷന് അഭിമുഖീകരിക്കുന്ന സമയത്ത് എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത് എടുത്തിട്ട്. തീർച്ചയായിട്ടും ഈ അപരാധത്തിനെതിരെ, ഈ അപകീർത്തിക്കെതിരെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ പരാതി നൽകാനും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതായി. മടവൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ പ്രചാരണ പരിപാടികളിലടക്കം ഏറെ മുന്നേറ്റം നടത്തിയതാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ഒരു സൈബർ ആക്രമണം നടത്തുവാൻ കാരണമെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. വിഷയത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ ഇടതു സ്ഥാനാർത്ഥി. തങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയെ എന്ത് വില കൊടുത്തും നേരിടുമെന്നാണ് വാർഡിലെ ഇടതുമുന്നണി നേതൃത്വവും വ്യക്തമാക്കുന്നത്. രാജേഷ് പറമ്പിൽ, കേരള വിഷൻ, കോഴിക്കോട്.